ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോയാകുന്ന നല്ല ഇടയനെ പറ്റിയിട്ടുള്ള വിചിന്തനങ്ങളാണ് നമ്മളിന്ന് വായിച്ച് മനസ്സിലാക്കുക. ഈ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് 3 കൂട്ടരെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. നല്ല ഇടയൻ, കൂലിക്കാരനായ വ്യാജ ഇടയൻ, അതുപോലെ ആടുകൾ. ഈശോയാണ് നല്ല ഇടയൻ. നമ്മൾ അതാണ് ആദ്യമായിട്ട് ചിന്തിക്കുക. നല്ല ഇടയൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഏറെ സ്നേഹവും കാരുണ്യവും പരിഗണനയും അനുകമ്പയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവനാണ് നല്ല ഇടയൻ. വ്യക്തിപരമായിട്ട് ആടുകളെ അറിയുന്നു. ആടുകൾക്ക് ഇടയൻ്റെ അടുത്ത് വരാൻ മറ്റൊരു ഫോർമാലിറ്റിയുടെയും ആവശ്യമില്ല. ഔദ്യോഗിക പരിവേഷമില്ലാതെ ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കാൻ ഇടയനും ആടുകൾക്കും സാധിക്കുന്നു. ഇടയൻ വാതിലാണ്. ആലകളുടെ ആ കവാടത്തിൽ ഇടയൻ കിടക്കുന്നു എന്നാണ് പലസ്തീനായിലെ ആ പതിവുകൾ വെച്ച് പറയുക. അതുകൊണ്ട് ഒരാടിനും ഇടയനെ തൊടാതെ പുറത്തേക്കോ അകത്തേക്കോ പോകാൻ സാധിക്കുകയില്ല. ഇടയൻ മതിലാണ്. അതായത് ആടുകൾ ഒരുപക്ഷെ ഈ ആലയിൽ നിന്ന് വിട്ടുപോകാതെ ആലയോട് ചേർന്ന് നിൽക്കാൻ, അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കാൻ സ്വയം തീർക്കുന്ന ഒരു മതിൽ കൂടിയാണ്. സ്നേഹത്തിൻ്റെ മതിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പ്രൊട്ടക്ഷനാണത്. അതുപോലെ ഇടയൻ പോഷണം നൽകുന്നവനാണ്. വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നവനാണ്. ആത്മീയ ഭൗതിക ജീവിതങ്ങളിൽ വ്യക്തമായ ഉൾക്കാഴ്ച നൽകുന്നവനാണ് ഇടയൻ. അതുപോലെ ഇടയൻ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ അജഗണത്തെ ഏറെ സഹായിക്കുന്നവനാണ്. ഇങ്ങനെ നല്ല ഇടയനെ പറ്റിയിട്ടുള്ള വിവിധങ്ങളായ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് ഈ ഇടയധർമ്മം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. കുടുംബങ്ങളിലെ കുടുംബനാഥനും കുടുംബനാഥയും, ഇടവകയിൽ വികാരിയച്ഛൻ, മറ്റു വൈദികർ, സംഘടനകളിൽ നേതാക്കന്മാർ, വിവിധങ്ങളായ രീതിയിൽ ഈ ഇടയധർമ്മം നമുക്ക് ഈശോ നൽകുന്നുണ്ട്. നിസ്വാർത്ഥമായി ഈശോയെപ്പോലെ നമുക്ക് ഏൽപ്പിക്കപ്പെടുന്ന ജനത്തെ മനസ്സിലാക്കാനും ശുശ്രൂഷിക്കാനും നയിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും വിലയിരുത്താനുള്ള ഏറ്റവും നല്ല അവസരമാണിത് എന്ന് കരുതുകയാണ്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക കൂലിക്കാരനായ ഇടയനാണ്. ഇടയനെന്ന പേരിന് പോലും അർഹനല്ല. അയാൾ എന്താണ് ചെയ്യുന്നത്? അയാളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ചില വീടുകളിൽ നമുക്കറിയാം, അധ്വാനത്തിൻ്റെ ഏറെ ഭാഗവും മദ്യപാനത്തിനും സ്വന്തം താല്പര്യങ്ങൾക്കൊക്കെ ആയിട്ട് സുഖലോലുപത നിറഞ്ഞ ജീവിതത്തിനായിട്ട് ഉപയോഗിക്കുന്ന ചിലപ്പം നാഥന്മാരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ സ്വാർത്ഥത ഉള്ളവൻ നല്ല ഇടയനല്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവൻ നല്ല ഇടയനല്ല. അതുപോലെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരുമ്പോൾ രംഗത്തു നിന്ന് ഒളിച്ചോടുന്നവൻ അല്ലെങ്കിൽ രംഗം വിടുന്നവനും നല്ല ഇടയനല്ല. ഈ സമീപനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കൂടെ നിൽക്കുന്നവൻ, വിജയത്തിലും പരാജയത്തിലും കൂടെ നിൽക്കുന്നവനാണ് നല്ല ഇടയൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത് നമ്മൾ കാണുക ആടുകളാണ്, അജഗണമാണ്. ആടുകളെപ്പറ്റി പെട്ടെന്ന് പറയുക, വഴിതെറ്റിപ്പോകാൻ എളുപ്പമുള്ള ഒരു ഗണമാണ്. അവർ വളരെ വൾണറബിളാണ്, പെട്ടെന്ന് അപകടത്തിൽ പെടാൻ സാധ്യതയുള്ളവരാണ്. പലപ്പോഴും ചുറ്റുമുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും അറിയാത്തവരാണ് ആടുകൾ. തീർച്ചയായിട്ടും അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് മാത്രം. ആടുകളെല്ലാം ഇങ്ങനെ നമ്മൾ ശുദ്ധഗതിയിൽ മനസ്സിലാക്കണമെന്നുള്ള ചിന്തയൊന്നും അവിടെ പറയുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ അജഗണങ്ങൾ ആകുന്ന വിശ്വാസികളെല്ലാവരും ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ളവരാണ്.
പക്ഷേ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് വഴിതെറ്റിപ്പോകാനായിട്ടൊക്കെ വളരെയധികം സാഹചര്യങ്ങൾ എളുപ്പമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, വയലൻസ്, സിനിമകളിലെ വയലൻസ് ഇന്ന് എത്രയോ പേരെ വഴിതെറ്റിക്കുന്നു. മയക്കുമരുന്നിൻ്റെ ഒരു ലോകം നമുക്ക് ചുറ്റിലുമുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഇന്ന് കാണുന്ന മറ്റൊരു ട്രെൻഡ് നമുക്കറിയാം, പിശാചുമായിട്ടുള്ള ഒരു ഡീൽ നടത്തിയാൽ അതിൽ നിന്ന് പണമുണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ കരുതുന്നവർ, ആത്യന്തികമായി അവരുടെയൊക്കെ അന്ത്യം മരണമാണ്, പരാജയമാണ് നമുക്കറിയാം. ഇങ്ങനെയുള്ള ചുറ്റുമുള്ള ഏറെ അപകട മേഖലകൾ നമുക്കുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നുന്നു. മറ്റ് വായനകൾ നമ്മൾ കാണുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 15 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ സൊദോം ഗൊമോറ പട്ടണങ്ങളുടെ നാശമാണ് നമ്മൾ കാണുക. അവിടെ മനുഷ്യൻ അധാർമികതയിൽ പെട്ട് ജീവിക്കുന്ന ആ കാലഘട്ടം, കർത്താവാകുന്ന നല്ല ഇടയൻ ലോത്തിൻ്റെ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ വഴി കാണിച്ചു കൊടുക്കുന്നു. അങ്ങ് അകലെയുള്ള ഒരു പട്ടണത്തിൽ, ചെറുപട്ടണത്തിൽ രക്ഷ നേടാൻ അവർക്ക് അവസരം കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ വായനയിൽ നമ്മൾ കാണുക, റോമാലേഖനം 14-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള ഭാഗത്ത് നമ്മൾ കാണുക, ഇടയധർമ്മത്തിൽ നാം ഏറ്റവും അടിസ്ഥാനപരമായി കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഗുണമാണ് സഹോദരന് പാപകാരണമായ ഒന്നും ഞാൻ ചെയ്യുകയില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പൗലോസ്ലീഹ വ്യക്തമാക്കുകയാണ്. നമുക്ക് ഈശോയാകുന്ന നല്ല ഇടയൻ്റെ പിന്നാലെ പോകാം. ആ ഇടയധർമ്മത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്കായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ അവർ പ്രത്യേകമായിട്ട് ഓർക്കുകയും നിസ്വാർത്ഥമായി അവർക്ക് വേണ്ടി ആയിരിക്കുകയും ചെയ്യാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.